കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജി എന്തായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യം മുതലുള്ള പ്രധാനപ്പെട്ട ആവശ്യം? ഒപ്പം അന്വേഷണം കൃത്യമായി ഉണ്ടാക്കണം, ഇനി ചോദ്യപേപ്പർ ചോർച്ച സംഭവിക്കരുത് എന്നതും അവരുടെ വലിയ പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രിയുടെ രാജി എന്നത് സാധാരണ നിലയിൽ കേന്ദ്രം അംഗീകരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ മന്ത്രിയുടെ രാജി സംഭവിച്ചിരിക്കുന്നു, അതിന് കേന്ദ്ര സർക്കാർ വഴങ്ങിയിരിക്കുന്നു. പൊതുജനങ്ങളുടെ പ്രതികരണം എങ്ങനെ എന്ന് കൂടി നോക്കാം. ഇത് സമരം വിജയം എന്ന് മാത്രം പറയാൻ, ഇത് ചരിത്ര വിജയമെന്നാണ് പറയാൻ. ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ എന്ന് വെച്ചാൽ അവരെന്ത് തോന്നിവാസം കാണിച്ചാലും ഈ രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥിനികളും അവർക്കെതിരെ ശബ്ദം ഉയർത്തില്ല എന്നുള്ളൊരു ധാരണ നിലവിൽ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരുണ്ടായിരുന്നു. അത് പൂർണ്ണമായും പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന ഒരു സമരം തന്നെയാണ് ഇത് കാണുന്നത്. സമരം വിജയിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമാണ് വിദ്യാർത്ഥി സമരത്തിൻ്റെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ത്യയുടെ ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെയുള്ള ജനരോഷത്തിൻ്റെ ഒരു വിജയ തുടക്കമാണ് ഇതിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ ഒതുങ്ങേണ്ടതല്ല. ഈ പറയുന്ന അഴുകിയ സിസ്റ്റം നമുക്ക് ഒന്നാകെ വലിച്ചു താഴെയിടേണ്ടതാണ്. വിദ്യാർത്ഥികളെ വെറും പാറ്റകളും മടിയന്മാരും ആണെന്ന് കണക്കാക്കിയ ഒരു ഭരണകൂടത്തിൻ്റെ നെഞ്ഞത്തടിച്ച ആണിയാണ് ഈ സമരത്തിൻ്റെ വിജയം. ധർമ്മേന്ദ്ര പ്രധാൻ ഇത്രകാലം അഹങ്കാരത്തോടുകൂടി അധികാരത്തിലേറിയിട്ടുണ്ട് എങ്കിൽ ഇനി അതല്ല, ഇവിടെ വിദ്യാർത്ഥികളുടെ ശബ്ദം കൂടി കേൾക്കേണ്ടി വരുമെന്നും ഈ ഭരണകൂടം ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടതാണ് എന്നുള്ളതും അടയാളപ്പെടുത്തുന്നതാണ് ഈ സമരവിജയം. ഇത്രയും സെക്യൂരിറ്റിയോടുകൂടി നടത്തുന്ന ഒരു പരീക്ഷയിൽ ഇത്രയും വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ട് പോലും ഇത്രയും ദിവസമായിട്ടും രാജിവെക്കാതിരുന്നതിലാണ് ഏറ്റവും വലിയൊരു പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ആ കാര്യം നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആഹ്ലാദിക്കുന്നത് ഞങ്ങൾ വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് SFIയുടെ ഇതിലുള്ളൊരു പങ്ക് കൂടി.